ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ കിഡിലൻ ടേസ്റ്റിലുള്ള തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് തന്തൂരി അടുപ്പോ ഓവണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വീട്ടിലെല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ വീട്ടിൽ ഫ്രൈങ് പാനിലാണ് നമ്മൾ ഈ ഒരു തന്തൂരി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചിക്കനിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 4 ചിക്കൻ ലെഗ് പീസസ് ആണ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഗ്രാം അളവ് പറയുകയാണെങ്കിൽ 750 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ വലുപ്പം എന്ന് പറയുന്ന വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഫോട്ടോയ്ക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ തന്തൂരി ചിക്കൻ പൊതുവേ ഇങ്ങനത്തെ പീസസാണ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു രീതിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് വെള്ളം കാണുകയാണെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് ഒപ്പിയെടുക്കണം കേട്ടോ, ഡ്രൈ ആക്കി എടുക്കണം. എങ്കിലേ നമുക്ക് ചിക്കനിൽ മസാല നല്ലപോലെ പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഞാൻ വരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ തന്തൂരി ചിക്കനിൽ പൊതുവേ ആ ഒരു ലൈൻസ് കാണാനും നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകം പറയാം, നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാണ്, നമ്മൾ ഈ ഒരു തന്തൂരി ചിക്കന് 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ മസാല റെഡി ആക്കി കൊടുക്കുന്നത്. ആദ്യം ചെറിയൊരു മസാല ഒന്ന് കോട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് കുറച്ച് മണിക്കൂറിന് ശേഷം മാത്രമേ അടുത്ത കോട്ടിങ് ചെയ്യുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാം കേട്ടോ, എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി 2 കൂടി നല്ലപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുള്ള വരയിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടണം. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റത്തെ മിക്സിങ് റെഡി ആയി കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം മാത്രം നമുക്ക് അടുത്ത മസാല റെഡി ആക്കി കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലാണേ വെക്കേണ്ടത്. ഇപ്പോൾ ഇതാ കറക്റ്റ് 1 മണിക്കൂറായിട്ടുണ്ട്. കണ്ടില്ല, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത മസാല റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, ഈ ഒരു മസാലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാനിപ്പൂരിയിലൊക്കെ ചേർക്കുന്ന സെയിം അത് തന്നെ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഫെനുഗ്രീക്ക് ലീവ്സ്, കസൂരിമെത്തി ഉണ്ടല്ലോ, നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിയതാണ് കേട്ടോ. അത് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ നന്നായിട്ട് ഞെരിടിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്, എങ്കിലേ നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 2-3 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ചേർക്കാനേ പാടില്ല, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് പിടിക്കാനായിട്ട് കുറച്ചൊരു ഉപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് മുകൾ ഭാഗത്ത് നിന്ന് ഈ മസാല മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ ഉപ്പും എല്ലാം കൂടി ഒന്ന് യോജിച്ചോട്ടെ. എന്നിട്ട് വേണം നമ്മൾ ചിക്കനിൽ എല്ലാ ഭാഗത്തായിട്ട് നല്ലപോലെ തന്നെ ഒന്ന് സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എങ്കിലേ എല്ലാവരെയും പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വരയുടെ ഉള്ളിലൂടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുഡ് കളർ ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫുഡ് കളർ യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതിൽ ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് തന്തൂരി ചിക്കൻ കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ആ ഒരു ഭംഗി കൊണ്ടാണല്ലോ ഇത് കൂടുതലായിട്ട് കഴിക്കാൻ താല്പര്യപ്പെടുന്ന. അത്രക്ക് ഫുഡ് കളർ നമ്മൾ തന്തൂരി ചിക്കനിൽ പൊതുവേ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3-4 3.5 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുക്കുക, എങ്കിലേ പെർഫെക്റ്റ് ആയിട്ട് രുചി കിട്ടുള്ളൂ, നന്നായിട്ട് മസാല പിടിച്ച് കിട്ടുള്ളൂ. നമ്മൾ എത്ര സമയം മണിക്കൂറുകൾ കൂടുതൽ വെക്കുന്നോ അതിനനുസരിച്ച് ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ.
ഇപ്പോൾ ഏതാണ്ട് 3.5 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, എങ്കിലേ നമുക്ക് നല്ല ആ ഒരു സെയിം പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ തന്തൂരി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ബട്ടറിലാണ് കേട്ടോ, എങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഒരുപാട് ബട്ടറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടറും ഓയിലും മിക്സായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഓയിൽ മാത്രമായിട്ട് എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒറിജിനൽ ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടണമെങ്കിൽ ബട്ടർ നിർബന്ധമാണ്. അപ്പോൾ ഞാനിത് ബട്ടറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ബട്ടറിന് കറക്റ്റ് ഒരു അളവില്ല കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ പീസസിന് പറ്റി അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എത്രയാണോ നിങ്ങളുടെ പാനിൽ കൊള്ളുന്നത് അതിനനുസരിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ രണ്ടായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഈ ഒരു മസാല എന്ന് പറയുന്നത് ഓവർ ലൂസായിട്ട് നമ്മൾ കോട്ട് ചെയ്തെടുക്കാൻ പാടില്ല. നല്ല തിക്കായിട്ടുള്ള മസാല ആയിരിക്കണം ഇതിന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. രണ്ട് സൈഡും നല്ല രീതിക്ക് ആ ഒരു തന്തൂരി ചിക്കൻ്റെ സെയിം ടെക്സ്ചർ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഫ്ലെയിം കുറച്ച് വെക്കാൻ പാടുള്ളൂ. തന്തൂരി ചിക്കൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ ഇവിടെ ഒരു കരിഞ്ഞ ഫീലിംഗ് ആയിട്ടല്ല ഉണ്ടാവും, അവിടെ ഇവിടെ ആയിട്ട് ആ ഒരു രീതിക്ക് ഫ്രൈ ചെയ്ത് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. മീഡിയത്തിലായാലും കുഴപ്പമൊന്നുമില്ല, ലോയിൽ എന്തായാലും ആക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇടയ്ക്കിടെ ഒരു 3-5 പ്രാവശ്യം എന്തായാലും ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എങ്കിലേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. ഞാൻ ഇത് കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചെറുതായിട്ട് കണ്ടില്ല ഒരു കരിവിൻ്റെ കളറായിട്ട് ബ്ലാക്ക് കളറായിട്ട് വരുന്നത്. അതുപോലെ കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒക്കെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. കണ്ടില്ല, നിങ്ങൾക്ക് മുകൾ ഭാഗം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഒരു കൂടുതലായി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ടല്ലോ. അതാ ഇപ്പുറത്തെ സൈഡും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തോട്ടെ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ മാത്രം ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് അടച്ച് വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പാനിൽ ചിക്കൻ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കന് നിങ്ങൾക്ക് അറിയാമല്ലോ, കറിയൊക്കെ വെക്കുമ്പോൾ പൊതുവേ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഫസ്റ്റ് മുതൽക്ക് അങ്ങനെ വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് ചിക്കൻ ഫ്രൈ ആയിട്ടേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തന്തൂരി ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചറിലൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തന്തൂരി ചിക്കൻ്റെ ആ ഒരു രീതിക്ക് തന്നെ ചെയ്യാം. പക്ഷേ ഇത് ഓവൺ ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ തന്തൂരി ചിക്കൻ നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ചൊരു ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക ഓവണിലൊക്കെ ചെയ്യുന്ന സമയത്ത്. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ആവില്ല, പക്ഷേ ടേസ്റ്റിൽ നോ കോംപ്രമൈസ് കേട്ടോ. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായിട്ട് ചിക്കൻ വെന്ത് റെഡിയായി വന്നിട്ട് സെറ്റായി വന്നിട്ട് കണ്ടില്ല, കാണാൻ നല്ല ഇല്ലേ. അതുപോലെ തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ് ചെയ്യാൻ, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് റെഡിയായി വരും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സമയത്ത് അടച്ചു വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഒട്ടും ചിക്കനിന് വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ട് ഒരു കറി ടെക്സ്ചറൊന്നും ആയിട്ടില്ല. സെയിം ആ ഒരു പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാണാൻ കുറച്ചൊരു ഭംഗി കുറവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുഡ് കളർ തന്നെയാണ് ഭംഗി കൊടുക്കുന്നത്, അത് ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ ഈ രീതിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്യുക. ഫുഡ് കളർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ 2 മാത്രമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഫ്രൈ ചെയ്യുന്നുള്ളൂ. എനിക്കിതേ ആവശ്യമുള്ളൂ. ബാക്കി ഞാൻ പിന്നീട് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചൊരു ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. അതെന്താക്കാൻ നിങ്ങൾ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഈ ഒരു സമയത്ത് ഒപ്പിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ നമുക്ക് കളയാം. ഇനി ഇത് നമുക്ക് അടുത്തത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഇതിൽ കരിവ് പൊടിയൊക്കെ ഉണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു തന്തൂരി ചിക്കന് ഒറിജിനൽ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് കേട്ടോ ഇത്. ഇതുപോലൊരു പാത്രത്തിൽ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്തത് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു കുഞ്ഞു പ്ലേറ്റോ എന്തെങ്കിലും സ്റ്റീലിൻ്റെ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു കുഞ്ഞു പീസ് ചാർക്കോൾ ഇതുപോലെ നന്നായിട്ട് കനലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല പുക വരാൻ തുടങ്ങും കേട്ടോ. ഉടനെ തന്നെ നമുക്കൊരു പ്ലേറ്റോ അടപ്പോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് പുക പുറത്ത് പോകാത്ത രീതിയിൽ
കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 1.5 മിനിറ്റ് 2 മിനിറ്റോളം ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഒറിജിനൽ ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തന്തൂരി ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ ചെറിയൊരു സ്മോക്കി ടേസ്റ്റ് ഉണ്ടാവും അതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സെറ്റായി നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മിഡിലിൽ വെച്ചിട്ട് ആ ഒരു ബൗളിങ് എടുത്ത് മാറ്റുക. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ ചൂടോടെ കൂടെ തന്നെ കഴിക്കുക, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന്ന് സെർവ് ചെയ്യുന്നത് കുബൂസിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ കുബൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്, ഹോം മെയ്ഡ് തന്നെയാണ്. നല്ല പെർഫെക്റ്റ് കുബൂസിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം കേട്ടോ. അപ്പോൾ ഇതാ കുബൂസും തന്തൂരി ചിക്കനും അതുപോലെ മയോണൈസും സാലഡൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി അടിപൊളി തന്തൂരി ചിക്കനാണ് കേട്ടോ, വെറുതെ പറയല്ല. പിന്നെ ഓവനിൽ ചെയ്യുന്നതല്ല, നിങ്ങൾക്കറിയാലോ ഫ്രൈ പാനിലാകുമ്പോൾ അതിൻ്റേതായ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ടേസ്റ്റിലൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. പിന്നെ കളറ് ചേർക്കാത്തതുകൊണ്ട് കുറച്ചൊരു ഭംഗിക്കുറവും ആർക്കെങ്കിലും തോന്നിയേക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്